മദർ വെറോനിക്ക എഴുതുകയാണ്. ഞങ്ങൾ എന്തുമാത്രം സഹിച്ചുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എൻ്റെ ഹൃദയം തകർന്നു. ശാരീരികമായും മാനസികമായും തളർന്ന് ഞാനൊരു രോഗിയായി തീർന്നു. ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മദർ വെറോനിക്കയുടെ ഗാനം നിലച്ചു. മറ്റുള്ളവർ അവരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്തു. മദർ വെറോനിക്ക ഇന്ത്യയിലേക്കൊന്ന് വരണമെന്ന് അതിയായി ആഗ്രഹിച്ചെങ്കിലും അതിനാരും അനുമതി നൽകിയില്ല. എങ്കിലും ദൈവത്തിന് അവളെക്കുറിച്ചുള്ള പദ്ധതി വലുതായിരുന്നു. അതിനാലാണ് ബത്ലഹേമിൽ വെച്ച് കർമ്മല സഭയുടെ സ്ഥാപനത്തിന് മദർ വെറോനിക്കയെയും മേരി ഓഫ് ജീസസ് ക്രൂസിഫൈഡിനെയും ദൈവം ഉപകരണമാക്കിയത്. 1906 നവംബർ 16 ഇഹലോകവാസം വെടിയുന്നതുവരെ 33 വർഷക്കാലത്തെ തൻ്റെ ജീവിതം ആവൃത കർമ്മലീത്ത സഭയുടെ നിഗൂഢതയിൽ ദൈവത്തെ അന്വേഷിക്കുവാനും ഭാരതമണിലേക്ക് പറിച്ചു നടപ്പെട്ട തൻ്റെ കുരുന്ന ചെടിക്ക് പ്രാർത്ഥനയും പരിത്യാഗവുമാകുന്ന വെള്ളമൊഴിച്ച് ശുശ്രൂഷിക്കുവാനും അവർ ചെലവഴിച്ചു. അതിനുവേണ്ടി താൻ രൂപം കൊടുത്ത സഭയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവത്തെ ശുശ്രൂഷിക്കണമെന്നുള്ള തൻ്റെ തീവ്രമായ അഭിലാഷത്തെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിനു മുൻപിൽ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്തു. ഈ അർപ്പണ ചൈതന്യം നേടിയെടുക്കുന്നതിനായി അപ്പസ്തോലിക് കാർമൽ സഭ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും.